കേന്ദ്രത്തിൽ മുസ്ലിം പ്രതിനിധിയില്ലാതെ ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യം. 1999 വാജ്പേയി സർക്കാരിൽ ഷാനവാസ് ഹുസൈനും ഒമർ അബ്ദുള്ളയും മന്ത്രിമാരായിരുന്നു. ഒന്നാം മോദി സർക്കാരിൽ നജ്മ ഹെപ്തുള്ളയും മുഖ്താർ അബ്ബാസ് നഖ്വിയും മന്ത്രിസഭയിലുണ്ടായിരുന്നു. രണ്ടാം മോദി സർക്കാരിലും മുഖ്താർ അബ്ബാസ് നഖ്വി തുടർന്നു. 2022 ജൂലൈയിൽ രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവായി. ലോക്സഭയിലേക്ക് NDA കക്ഷികളിൽ നിന്ന് ഒരു മുസ്ലിം പ്രതിനിധി പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ജയിച്ച 24 മുസ്ലിം എംപിമാരിൽ 21 പേർ ഇന്ത്യ കൂട്ടായ്മയിൽ നിന്നാണ്. AIMIMന്റെ അസദുദ്ദീൻ ഒവൈസിയും സ്വതന്ത്രരായി ജയിച്ച അബ്ദുൾ റഷീദ് ഷെയ്ഖും മുഹമ്മദ് ഹനീഫയുമാണ് മറ്റ് 3 പേർ. പുതിയ NDA സർക്കാരിൽ ന്യൂനപക്ഷ പ്രതിനിധികളായി 5 പേരുണ്ട്. ഹർദീപ് സിംഗ് പുരി, റവ്നീത് സിംഗ് ബിട്ടു, ജോർജ് കുര്യൻ, കിരൺ റിജിജു, രാംദാസ് അഥാവലെ എന്നിവരാണ് ന്യൂനപക്ഷ പ്രതിനിധികൾ. മൂന്നാം മോദി മന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി പോലും ഇല്ലാത്തതിനെ വിമർശിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി 72 അംഗ മന്ത്രിസഭയിൽ എല്ലാ ജാതിക്കും സമുദായത്തിനും സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട്. 7 മുൻ മുഖ്യമന്ത്രിമാരുടെ അനുഭവ സമ്പത്തുണ്ട്. എന്നാൽ ഒറ്റ മുസ്ലിം പോലും മന്ത്രിസഭയിലില്ല. 10 വർഷത്തിനിടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി അദൃശ്യവൽക്കരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.